ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നാകെ താളം തെറ്റിയൊരു ദിവസമായിരുന്നു കേട്ടോ. ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതെല്ലാം വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടിയൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് എനിക്ക് കുമരകം ലൊക്കേഷൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. കുമരകം വൈക്കം. അപ്പോൾ ഇടയ്ക്കൊക്കെ ആൾക്കാർ ചോദിക്കുമായിരുന്നു, എൻ്റെ ചിക്കൻ ബിരിയാണി ഒന്നും ചെയ്യാറില്ലേ എന്ന്. പക്ഷേ ചിക്കൻ ബിരിയാണി നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പം ഒരു ചിക്കൻ ബിരിയാണി ഒന്നുണ്ടാക്കി അത് വീട്ടിൽ തന്നെ വെച്ചത് വിളമ്പുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടിയായിരുന്നു. പക്ഷേ എല്ലാം വന്നപ്പോഴേക്കും സമയം പോയി. ആകെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, സമയം പോയി. എനിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ട സമയമൊക്കെ വന്നു. പിന്നെ പൊതിഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പം കഴിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഞാൻ വന്നേക്കുന്നത് നസ്രത്ത് പള്ളി, കുമരകം നസ്രത്ത് പള്ളിയുടെ അവിടെ കേട്ടോ. ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ പിള്ളേരെല്ലാം കയ്യിൽ കുളിക്കുക കേട്ടോ. കയ്യിൽ കുളിക്കുന്ന ഈ ചൂടല്ലേ, മഴയുണ്ടെങ്കിലും ചൂടുണ്ട്. അപ്പം ആവേശത്തോടെ കയ്യിൽ കുളിക്കുക കേട്ടോ. നമ്മൾ പതുക്കെ കഴിക്കാനുള്ള ഇരിപ്പിടം കണ്ടെത്തി. അപ്പം കയ്യിൽ കൂടെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്, പിള്ളേർ കുളിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പണി കിട്ടിയത് ഭയങ്കര കാറ്റാണ്. നല്ല മഴക്കാറാണ്, അതുകൊണ്ട് നല്ല കാറ്റാണ്. എൻ്റെ ആദ്യം വെച്ച പപ്പടമൊക്കെ പോയി കേട്ടോ. പപ്പടത്തിൻ്റെ ഒരു പൊതി ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ സാലഡ് ഞാനതൊന്ന് തുറന്നായിരുന്നു. സാലഡിൻ്റെ ഒന്നും പാത്രം വെക്കാൻ മേല. അപ്പോൾ ഞാൻ സാലഡ് ഒന്ന് തുറന്ന് ഇതിനകത്ത് വെച്ച് തന്നെ വിട്ടു. എൻ്റെ സാലഡിൻ്റെ പാത്രം അവിടെ വെക്കാൻ മേല, മറന്നു. ഇത് തുറക്കാൻ ഞാൻ പെട്ട പാട് എനിക്കും ഈശ്വരനെ അറിയത്തുള്ളൂ. പിന്നെ ഞാനത് ഒരു വിധത്തിൽ എൻ്റെ കയ്യിലെ വശത്തെ, ഞാനൊരു മതിലിലായിരിക്കുന്നത്, അപ്പോൾ ഈ വശത്തെ 2 വശം എൻ്റെ കാലിൻ്റെ മുട്ടിനോട് ചേർത്ത് വെച്ചു കേട്ടോ. എന്നിട്ടും രക്ഷയില്ല, ഇല അങ്ങ് ഇളകി പോകുന്നു. അത് നമുക്ക് തളിരേരയായിരുന്നു ഇന്നലെ കിട്ടിയത്. അപ്പം ഞാൻ കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളെന്നെ ഇത് ഞാനിടയിലൊരു മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അത് നല്ല സീനറിയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ കാറ്റ്, മഴക്കാറ് കാരണം നമുക്ക് വലിയ വെയിലില്ല, പക്ഷെ അതൊക്കെ ഗുണമുണ്ടായിരുന്നു. നല്ല തണലുണ്ട്. നമുക്ക് കഴിക്കാനുള്ളൊരു സാഹചര്യമില്ല, ഭയങ്കര കാറ്റാണ്. പിന്നെ നമ്മളത് തുറന്നു കേട്ടോ. ഒരു വിധത്തിൽ ഞാൻ അത് 2 വശത്തും റെഡിയാക്കി വെച്ചു. ഒരു സൈഡ് ഞാൻ മൊബൈൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എൻ്റെ മൊബൈൽ വെച്ച് ഞാൻ ഇത് GoPro വെച്ചാൽ ഷൂട്ട് ചെയ്യുന്നു. മൊബൈൽ വെച്ചു, അതും അവിടെ റെഡിയാക്കി കേട്ടോ. ഞാൻ രണ്ടിങ്ങനെ മുട്ടിന് പൊങ്ങി പിടിച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ സെറ്റാണ് കേട്ടോ. ഗ്രേവിയൊക്കെ സെറ്റാണ്. സാലഡ് ഞാനൊരു പാത്രത്തിലാണ് കൊണ്ടുവന്നത് കേട്ടോ. ഞാൻ പിന്നെ അതിനകത്ത് തന്നെ എടുത്തു. പക്ഷേ പാത്രമൊന്നും അവിടെ വെക്കാൻ പറ്റത്തില്ല. പിന്നെ അതിൽ നിന്നൊരു ചെറിയ പീസ് ഞാൻ മുറിച്ചെടുത്തു. ചെറിയ ഒരു പിടിയെടുത്ത് കഴിച്ചു തുടങ്ങി കേട്ടോ. ഇപ്പോൾ നമ്മുടെ പിള്ളേരവിടെ കിടന്ന് തകർക്കുകയാണ്. നമ്മുടെ പകുതി തീരാറായില്ലേ, അപ്പോൾ നമ്മുടെ ഒരു ഹൗസ് ബോട്ട് അതിലേ പോകുന്നുണ്ട്. നല്ല സീനറി ഒക്കെ ആയിട്ട് കുമര റൂട്ടിലൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കണം തോന്നുന്നു, അവിടെ എല്ലാം അതുപോലെ ഭംഗിയാണ്, അതുപോലെ ലൊക്കേഷൻസാണ്. ഇത് കൂടാതെ നമുക്കിപ്പോൾ അവിടെ ഇതുണ്ട്, നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് റോഡ്. ആദ്യം അവിടെ പോകുന്ന വെച്ചേ, പക്ഷേ എന്നാൽ ഇവിടെ തന്നെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഈ കാറ്റാണ്, ഒരു രക്ഷയില്ല. പിന്നെ എൻ്റെ പരിപാടി നടക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ അതൊക്കെ കഴിച്ചു തുടങ്ങി. ഒരു വിധത്തിൽ കഴിച്ച് തീർത്തു. ഞാൻ ചെറിയ വീഡിയോ താമസം കേട്ടോ, എല്ലാം താമസിച്ചു. ഇന്നത്തെ ദിവസം ആകെ അനുകൂലത്തായിപ്പോയി.